ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൈൻ എംപയർസ് ആ കാലത്ത്. ജെയ്ഡ് സ്റ്റോൺസ്, ടർക്കോയ്സ്, ഗോൾഡ്, സിൽവർ പോലത്തെ ഡയമണ്ട്സ്, എല്ലാ ജെം സ്റ്റോൺസ് അവർ യൂസ് ചെയ്യുമായിരുന്നു. ടൂമ്പെന്ന് വരെ അത് അടിച്ചോണ്ട് പോയ കഥകളുണ്ട്. നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, അവരുടെ എന്താ പറയാ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസിന്റെ ഒക്കെ കാലത്ത് ലൈക്ക് സ്വർണ്ണപ്പല്ലുള്ള ചെറുക്കനാന്ന് പറയുമ്പോൾ ദേൽവിലേക്കോ ഫിക്സ്. ഈ കല്യാണം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു. വെൽക്കം ടു ഡെൻകെ ടോക്സ്. അപ്പം നമുക്കിന്ന് ഡെന്റൽ ജ്വല്ലറിയെ കുറിച്ച് സംസാരിച്ചാലോ ഡോക്ടർ ജെമൻ? യെസ്, ഡെന്റൽ ജ്വല്ലറി ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷേ നമ്മൾ ഡെന്റൽ ജ്വല്ലറിയെ കുറിച്ച് പറയുമ്പോൾ അത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. ഇറ്റ് സ്റ്റാർട്ടഡ് അറൌണ്ട് 1800 BC ഡെന്റൽ ജ്വല്ലറി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൈൻ എംപയർസ് ആ കാലത്ത് 1800 BC. ലൈക്ക് നമ്മൾ ഡെന്റൽ എസ്തെറ്റിക്സിനൊന്നും അധികം ഇമ്പോർട്ടൻസ് പോലും ഉണ്ടോയെന്ന് അറിയാത്തൊരു കാലഘട്ടം അല്ലേ. ആൻഡ് ഈ മൈൻ എംപയർസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു, മൈൻ ഡെന്റിസ്റ്റ്. ഈ മൈൻ ഡെന്റിസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദേ മേക്ക് ഹോൾസ് ഓൺ ടൂത്ത് സർഫേസ്. അതിനകത്ത് ഈ ജെയ്ഡ് സ്റ്റോൺസ്, ടർക്കോയ്സ്, ഗോൾഡ്, സിൽവർ പോലത്തെ ഡയമണ്ട്സ്, എല്ലാ ജെം സ്റ്റോൺസ് അവർ യൂസ് ചെയ്യുമായിരുന്നു. ട്രീസാപ്പ് വെച്ചിട്ടായിരുന്നു അവരത് അന്നത്തെ കാലത്ത് മോട്ടാർ ഇതില്ല, എന്നാലും അവര് ഡ്രില്ല് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് പോലും നമുക്കറിയില്ല. ബട്ട് ഡ്രില്ല് ചെയ്തിട്ടാണ് ആ സ്റ്റോൺസ് ഒക്കെ ഒരു പ്ലേസ് ചെയ്യുന്നത്. ഒരു ഷാർപ്പ് സ്റ്റോൺ മേ ബി അവർ ഡ്രില്ല് ചെയ്യുന്നത് നമുക്ക് ആ മെത്തേഡ് നമുക്ക് അറിയില്ല. ബട്ട് ദെൻ ദേ യൂസ് ടു ഡ്രിൽ ഇറ്റ് ആൻഡ് ദെൻ പ്ലേസ് ഇറ്റ്. ഓരോ സ്റ്റോൺസിനും ഓരോ സ്റ്റാറ്റസ് ആണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നത്. കളർ കോഡിംഗ് ഉണ്ടായിരുന്നു. സോ ലൈറ്റർ ദ കളർ, the economic status is higher. അതാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ്. ഈ ജെയ്ഡ് സ്റ്റോൺസ് ആണെങ്കിൽ പല കളറിൽ അവൈലബിളും ആണ്. അവര് ഈ ഹണ്ട് ചെയ്ത ആനിമൽസിന്റെ പല്ല്, പിന്നെ ആനയുടെ കൊമ്പ്, ഐവറി ആൻഡ് ഓൾ വെയർ യൂസ്ഡ്. They even used to replace ivory shaped into tooth and all. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഈജിപ്ഷ്യൻസിന്റെ മമ്മീസ് ഒക്കെ തന്നെ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ അവരുടെ ആ കടാവറിൽ നമ്മുടെ ഐവറി കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന റീപ്ലേസ്മെന്റ്സ് നമുക്ക് കാണാൻ കഴിയും. ഗോൾഡ് കൊണ്ട് അതുമല്ല ആ കാലത്താന്ന് ഓർക്കണം ഇതെല്ലാം നടക്കുന്നത്. അന്ന് ഈസ്തെറ്റിക്സിന് റീഹാബിലിറ്റേഷനും ബ്രിഡ്ജൊന്നും ഇല്ലല്ലോ. സോ ദേ യൂസ് ദിസ് ഗോൾഡ് വയർ വെച്ചിട്ടാണ് അവര് പല്ലിനെ സ്പ്ലിന്റ് ചെയ്യുന്നത്. അതും അവർ ഈ പല്ല് കളക്ട് ചെയ്യുന്ന ഒന്നെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ ഈ ആനിമൽസിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഈ മരിച്ചുപോയ അവരുടെ ഫാമിലി പെട്ട തന്നെ വേറെ ആൾക്കാരുടെ പല്ല് അത് അവർ കളക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് അവർ പിന്നെ ഈ എക്കണോമിക്കലി താഴെയുള്ള ആൾക്കാർ ഡൊണേറ്റ് ചെയ്യും. അതെ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ദേ ഈവൻ സ്റ്റീൽ ഇറ്റ് from other people, if it is a valuable പല്ലൊക്കെ ആണെങ്കിൽ, എന്ന് വെച്ചാൽ വാല്യുബിൾ മെറ്റലും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ സാധനമാണെങ്കിൽ they will definitely steal it and do. അങ്ങനത്തെ ഒക്കെ ഒത്തിരി ലിറ്ററേച്ചറിലുണ്ട്. ടൂമ്പെന്ന് വരെ അത് അടിച്ചോണ്ട് പോയ കഥകളുണ്ട്. ഈ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഈ സ്ലേവ്സിന്റെ ടീത്ത് ഒക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. They donate a tooth to the other person. നമ്മളിപ്പോ ഒരു ഓർഗൻ ഒക്കെ ഡൊണേറ്റ് ചെയ്യുന്ന ഒരു പല്ല് ഡൊണേറ്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് തൊട്ടേ ഈ ഗോൾഡ് പല്ല് അല്ലെങ്കിൽ സിൽവറിന്റെ പല്ല് എന്നൊക്കെ ഉള്ളത് അത് അവരുടെ ഒരു സോഷ്യൽ റാങ്കിങ്, എക്കണോമിക് സ്റ്റേറ്റസ് ഒക്കെ കാണിക്കുന്ന ഒരു ഫാക്ടർ ആയിരുന്നു. ഒരു ഹൈ ക്ലാസ് അല്ലെ, എലീറ്റ് ക്ലാസ് ആൾക്കാരാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ഇത് പണ്ട് ഈ കല്യാണാലോചനയൊക്കെ പണ്ടത്തെ കാലത്ത് നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, അവരുടെ എന്താ പറയാ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസിന്റെ ഒക്കെ കാലത്ത് ലൈക്ക് സ്വർണ്ണപ്പല്ലുള്ള ചെറുക്കനാന്ന് പറയുമ്പോൾ ദേൽവിലേക്കോ ഫിക്സ്. സിൽവറിന്റെ ഒരു കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു, ഒരു എറ തന്നെ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ അതിന്റെ മാനുഫാക്ചറിങ് വളരെ എളുപ്പമായി കഴിഞ്ഞപ്പോൾ സിൽവറിന്റെ വാല്യൂ കുറഞ്ഞു. അപ്പൊ പിന്നെ അത് യൂസിങ്ങും അതുപോലെ തന്നെ ആ ഒരു കാലത്ത് നിന്ന് പിന്നെ അതിന്റെ ട്രെൻഡ് ഒരു സമയത്ത് കുറഞ്ഞു. അഗൈൻ when this pop culture and all came again, it's ഒരു ബൂം ആയി. 1980s ഹിപ് ഹോപ്പ് കൾച്ചർ വന്നപ്പോൾ തൊട്ട് പല നമ്മുടെ പോപ്പുലർ ആയിട്ടുള്ള സെലിബ്രിറ്റീസും നമ്മുടെ പാട്ടുകാര്, സിംഗേഴ്സ്, എവ്രിബഡി പോപ്പ് കൾച്ചർ ഒക്കെ വന്നപ്പം they brought it back again. അത് ജ്വല്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം എന്താ പറയാ, അത് സ്റ്റോൺസോ അല്ലെങ്കിൽ അത് മാത്രമല്ല, ഈവൻ ഗ്രിൽസ് ലൈക്ക് ഒരു ഫ്രെയിം പോലെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ലൈക്ക് ഡെഞ്ചർ പോലെ ഉണ്ടാക്കി വെക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. പ്രോസസ്സിംഗ് പോലെ ഹൈ ഫാമിലി പ്രീമിയം ആയിട്ടുള്ള പ്രോഡക്റ്റ്, ഈവൻ വിത്ത് വാല്യുബിൾ ജെംസ് and all, like with diamonds, titanium with diamonds and all. പിന്നെ പ്ലാറ്റിനം വിത്ത് ഡയമണ്ട്സ്, അങ്ങനെ പല ടൈപ്പിലുള്ള കോമ്പിനേഷനിൽ to reveal their identity. അല്ലെങ്കിൽ അവർക്കൊരു ഇംഗ്ലീഷ് മൂവിയിൽ അത് തന്നെ സൂയിസൈഡ് സ്ക്വാഡ് മൂവിയിൽ അതിന്റെ ആന്റീരിയസ് ആക്ടർ യൂസ് ചെയ്യുന്നത്. അത് വന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം എക്സോകാറ്റിൽ വി ക്യാൻ ഡിസൈൻ
Recently I saw that, yes. ക്രൗൺ ആൻഡ് ബ്രിഡ്ജിൽ ഈവൻ ഐ സോ അത് ഇൻസ്റ്റഗ്രാമിൽ pretty viral ആയിരുന്നു അത്. എന്ന് പറഞ്ഞാൽ യു ക്യാൻ മേക്ക് യുവർ ഫേവറേറ്റ് ക്യാരക്ടറിന്റെ ഫേസ് യു ക്യാൻ ഡിസൈൻ ഓൺ എക്സോകാറ്റ്, അതൊരു ക്രൗൺ ആക്കി മാറ്റിയിട്ട് നമുക്കത് സിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. Maybe in future you can even have a photo of yourself on your teeth. And it can even act maybe like ഒരു forensic evidence ആയിരിക്കും, ഒരു dental that can you know, even if it's a burned body, you know, you can identify from your processes, you know, it is like a process അല്ലേ. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ എവറി ഡേ ദർ ഇസ് ന്യൂ ഇൻസ്റ്റാ സെലിബ്രിറ്റീസ്. അപ്പോൾ എല്ലാവർക്കും ഒരു യുണീക്ക് ഐഡന്റിറ്റിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഇതിന്റെ റെലവൻസ് ഓരോ ദിവസവും കൂടി വരിക. ആൻഡ് എവറി ഡേ ഈ സെൽഫീസും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം റീൽസ് ഒക്കെ വരുന്ന ആ ഒരു കാലം ആയതുകൊണ്ട് ലൈക്ക് ദേ ആർ വെരി അവർക്ക് പുതിയൊരു കോണ്ടന്റിന്റെ ഒരു ഇതുണ്ടല്ലോ, ട്രെൻഡ്സെറ്റിംഗ് കോണ്ടന്റ് ഉണ്ടല്ലോ. സോ they want to do something different. So if they have അപ്പോൾ people will identify them too. ഓ ഇന്ന പല്ലുള്ള ഒരാളാണല്ലോ, അല്ലെങ്കിൽ ഇന്ന ജൂവലറി ഇന്ന കളറുള്ള ഒരാളാണല്ലോ എന്നൊക്കെ ഉള്ളൊരു. പക്ഷെ അങ്ങനെ പോകുമ്പോൾ തന്നെ ദേ ലീസ്റ്റ് കൺസിഡറേഷൻ ടു ദ സേഫ്റ്റി. അതിപ്പോ ഓൺലൈനൊക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് വിത്ത് ദി adhesive kit. We don't know what it is. എന്ത് ഗ്ലൂ ആണ് available where you have the jewelry and the glue. And jewelry also have different types, like you know, not only stones, like metal embedded stones ഉണ്ട്. പിന്നെ we have different shapes, ഇപ്പൊ heart shaped, star, പിന്നെ like you know, പിന്നെ എന്താ പറയാ മറ്റേ നമ്മുടെ ഗ്രിൽസ് പോലെ ഇവര് ഗ്രിൽസ് ഒക്കെ കൂടുതലും കസ്റ്റമൈസ്ഡ് ആണ്, ലൈക്ക് വിത്ത് ആൻ ഇംപ്രഷൻ ആൻഡ് ദെൻ ദേ യു നോ ഫാബ്രിക്കേറ്റഡ്. ബട്ട് ദെൻ ഈ പല കളേഴ്സിലും പിന്നെ ഫ്രം വേരിയേഷൻ ഓഫ് ദി പ്രൈസ് ആക്ച്വലി. എന്നുവെച്ചാൽ ഏത് റേഞ്ചിലും നമുക്കിപ്പോൾ അമേരിക്കൻ ഡയമണ്ട്സ് തൊട്ട് നമുക്ക് റിയൽ ഡയമണ്ട്സ് വരെ ചെയ്യാൻ പറ്റും, റൈറ്റ്? സോ അതൊരു ഫാക്ടറാണ്. പ്രൊഫഷണലി ചെയ്യുമ്പോഴാണ് എന്തൊക്കെയാണ് അതിൻ്റെ അലർജി, വി ഡോണ്ട് നോ അത് അലർജിക് ആണോ അല്ലെങ്കിൽ അത് ഒരു നൈറ്റ് മെയർ ആണ് അത് വിഴുങ്ങി പോകുന്നുള്ളത്. സോ ബോണ്ടിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു മെഡിക്കൽ പ്രൊഫഷണലിന്റെ അടുത്ത് നിന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ഒരു മെഡിക്കൽ ഗ്രേഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. ലൈസൻസ് മെഡിക്കൽ പ്രൊഫഷണൽ വെക്കുന്നതായിരിക്കും എപ്പോഴും സേഫ്. ഡെഫിനറ്റ്ലി ഓൾ ദീസ് യു നോ ബോണ്ടിങ് ഏജൻസ് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം മെഡിക്കൽ ഗ്രേഡ് ആണ്. ലൈക്ക് ഡെന്റൽ പ്രൊഫഷണൽസ് ആകുമ്പം ദേ നോ ഹൗ ഇറ്റ് ഷുഡ് ബി ഫിക്സ്ഡ്. അതാണ് ഞാൻ പറഞ്ഞത്, എച്ച് ചെയ്യും നമ്മൾ എച്ച് ചെയ്യണം, അത് ബോണ്ട് ചെയ്യണം. We ensure the strength. I mean, it is bonded. ഇപ്പോ നമ്മൾ സലൂണിൽ പോയി ഒട്ടിക്കുവാണെങ്കിൽ അതൊരു മിക്കവാറും സൂപ്പർ ഗ്ലൂ വെച്ചായിരിക്കും ഒട്ടിക്കുന്നത്. ഡെന്റിസ്റ്റ് ആവുമ്പോൾ we use a resin cement അല്ലേ, നമ്മളൊരു കോമ്പോസിറ്റ് ബേസ് ആയിട്ടുള്ള റെസിൻ സിമെന്റ് ആയിരിക്കും. അത് ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ ആണ്. ഇപ്പൊ സോല്യൂബിൾ ആയിട്ടുള്ള ഒരു സിമെന്റ് ബേസ് വെച്ചിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് ഏത് സമയം വേണമെങ്കിലും സ്വോളോ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. And they also consider the position, like see അവർക്കത് വേണ്ടത് എസ്തെറ്റിക് ഒരു സോണിലാണ്, ചിരിക്കുമ്പോൾ അത് കാണണം. അപ്പോൾ അത് ഒബ്വിയസ്ലി അത് ഔട്ട് ഓഫ് ദ ബൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് ആദ്യത്തെ കടിയിൽ തന്നെ അത് നമ്മൾ വിഴുങ്ങും. ആൻഡ് ചാൻസസ് ഫോർ ജിഞ്ചൈവ ആയിരിക്കണം. പ്ലാക്ക് അക്യുമുലേഷൻ എല്ലാം കൂടുതലായിരിക്കും. And even you should always keep in you know mind that you know when you are going, you shouldn't have any further complication having a jewel. ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ചെയ്യുമ്പോൾ അത് സൈഡ് എഫക്ട്സ് ഉറപ്പായിട്ടും നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. നമ്മൾ സലൂണിൽ ചെയ്യുമ്പോൾ അവരത് ബോധവടല്ല. നമുക്കതൊരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു അൾസർ ആവാൻ പാടില്ല. പിന്നെ അതിനു വേണ്ടി നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. That's why when you recommend, we should actually recommend for a temporary over a permanent one. കാരണം ടെമ്പററി ആണെങ്കിൽ ഇഫ് അറ്റ് ഓൾ യു ആർ ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് ദിസ് എനിമോർ എന്നൊരു പോയിന്റ് വന്നാൽ അത് എടുത്തു മാറ്റാനായിട്ട് പറ്റും ഫോർ ദ ഡെന്റൽ പ്രൊഫഷണൽ. പെർമനന്റ് ആണെങ്കിൽ അത് ചെയ്യാനായിട്ട് നമ്മുടെ ആ പല്ലിനെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പല്ലിനെ ഒന്നെങ്കിൽ ചെറുതാക്കേണ്ടി വരും, അല്ലെങ്കിൽ പല്ലിൽ ഒരു ഡ്രിൽ ചെയ്തൊരു ഹോൾ ഉണ്ടാക്കേണ്ടി വരും. അതെ, അത് എടുത്ത് കളയുന്ന ഒരു കാലത്ത് അതൊരു ഹോൾ ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. പിന്നെ നമ്മൾ ഫർദർ എന്തെങ്കിലും ഫില്ലിംഗ് ഒക്കെ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബിക്കം യു നോ ഒരു RCT കേസ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ക്രൗൺ റീപ്ലേസ്മെന്റ് വരാൻ. ജ്വല്ലറി ആണ്, പക്ഷെ നമ്മളൊരു മാല ഇട്ടാൽ നമ്മളത് എല്ലാ ദിവസവും എടുത്ത് കഴുകാറില്ല. ബട്ട് ഹിയർ ദ ഓപ്പോസിറ്റ്, നമ്മളത് മെയിൻ്റെനൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. പ്ലാക്ക് അക്യുമുലേഷൻ ഒരിക്കലും നമ്മൾ അത് കഴിക്കുന്ന ഡയറ്റിന്റെ തന്നെ സ്റ്റിക്കിയോ അസിഡിക് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കുടിച്ച് കഴിയുമ്പോൾ ടാർണിഷ് ആവാം. It will again there is chance of debonding and even color might change. Exactly. നമ്മൾ gemstones അല്ലെങ്കിൽ definitely color might change. അതൊക്കെ നമ്മൾ ഈ ജ്വല്ലറി വെച്ച് കഴിഞ്ഞാൽ ഒരാൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യം നമുക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റും. ഈ ആസിഡിക് ഡ്രിങ്ക്സ് കുടിക്കരുത്, അതൊക്കെ അതിന്റെ ആ ബോണ്ടിങ്ങിനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഹാർഡ് ആയിട്ടുള്ള സാധനങ്ങൾ കടിക്കുന്ന സമയത്ത് ഇത് പൊട്ടി
ഊരി വരാൻ സാധ്യതയുണ്ട്. ഈവൻ നമുക്ക് പറയാം ചെറിയ പിള്ളേർക്ക് വി ഷുഡ് നെവർ റെക്കമെൻഡ്. ഡെഫിനറ്റ്ലി ഇത് റെസ്പോൺസിബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് റെസ്പോൺസിബിൾ ആയിട്ട് കൊണ്ടു നടക്കാൻ അല്ലാത്തവർ ആരും ഇത് ഉപയോഗിക്കാൻ പാടില്ല. അത്രയും സേഫ് ആയിട്ട്, ഐ മീൻ ഹൈജീനിക് ആയിട്ടും, അൺലെസ് ആൻഡ് അൺടിൽ യു ബ്രഷ് യുവർ ടീത്ത് ആഫ്റ്റർ എവറി മീൽ, അൺലെസ് ഇൻ ദാറ്റ് സിനാരിയോ യു ഷുഡ് നെവർ ഗോ ഫോർ ഇറ്റ്. അത് തന്നെ റെസ്പോൺസിബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തിരിക്കണം. അതൊരു പാത്തോളജി ആവും. പിന്നെ ഒരു 4-5 മന്ത്സിന് ഇടയ്ക്ക് ഗ്യാപ്പിൽ തന്നെ ഒരു മെഡിക്കൽ ചെക്കപ്പും വേണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ്, എന്തെങ്കിലും അലർജിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒരു മെഡിക്കൽ പ്രൊഫഷണൽസിനെ അത് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. നമ്മളത് സലൂണിലാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് അതിൻ്റെ അകത്തൊരു ഉത്തരവാദിത്വം പറയാൻ കഴിയില്ല. ഒരു അൾസറായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കൈമലത്തും. അപ്പം അത് നമുക്ക് അന്നേരം അതിൻ്റെതായ ഒത്തിരി റിസ്കുകളും എന്താ പറയുക, നമുക്കതിൻ്റെ കോംപ്ലിക്കേഷൻസും ഉണ്ട്. സോ ഇൻ എവറി ആസ്പെക്ട് യു ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് ചൂസിങ് എ ഡെന്റൽ ജ്വല്ലറി. പിന്നെ സിമെന്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഐ ഫീൽ ഒരു ഡെന്റൽ പ്രൊഫഷണൽ അത് സിമെന്റ് ചെയ്യുന്ന സമയത്ത് ദേ വിൽ ഓൾവേസ് മേക്ക് ഷുവർ ഇറ്റ് ഇസ് വെൽ പോളിഷ്ഡ്. അതുപോലെ അവിടെ ഹാർഡായിട്ടൊരു സർഫസോ ഇഞ്ചുർ ആക്കാൻ പറ്റുന്ന ഒരു സർഫസ് ഇല്ല. കാരണം ഒരു ഇറഗുലർ സർഫസ് വിൽ ഓൾവേസ് ബി എൻ അക്യൂമുലേഷൻ, ഒരു ബാക്ടീരിയൽ അക്യൂമുലേഷന്റെ, പ്ലാക്ക് അക്യൂമുലേഷന്റെ ഒരു ഏരിയ ആയിരിക്കും. വുഡ് ലോഡ്ജിങ് ഏരിയ ആയിരിക്കും. അപ്പോൾ അങ്ങനെ സംഭവിച്ചു വന്നാൽ ഇറ്റ് വിൽ ഇവൻച്വലി റിസൾട്ട് ഇൻ അവിടെ ഒരു ഇറിവേഴ്സിബിൾ കേരിയസ് ലീഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫുഡ് ഡെപ്പോസിഷൻ വരും അവിടെ. അപ്പൊ നമ്മളൊരു ജ്വല്ലറി ഒരു ഫാഷന് വേണ്ടി നമുക്ക് നഷ്ടമാകും. അതെ, പല്ല് തന്നെ നമുക്ക് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ഒരു ക്ലയന്റ് ആയിട്ട് പോയി ലാസ്റ്റ് പേഷ്യന്റ് ആയി മാറുന്ന അവസ്ഥയിലേക്ക്. അതെ, നമുക്കിപ്പം ഗ്രിൽസ് ആണെങ്കിൽ കുറച്ചുകൂടെ സേഫർ ആണ്, റിമൂവബിൾ ആണെങ്കിൽ. പക്ഷെ പെർമനന്റ് ഗ്രിൽസും ചിലർ ചെയ്യാറുണ്ട്. ലൈക്ക് ഒരു ചെറിയ നമ്മളൊരു പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തിട്ട് കൊടുക്കുന്ന ഗ്രിൽസ് ഉണ്ട്. ബട്ട് ദെൻ ഐ തിങ്ക് ടെമ്പററി ഗ്രിൽസ് ആർ ബെറ്റർ. ലൈക്ക് നമ്മളൊരു റിംഗ് ഇടുന്ന പോലെ അതെടുത്ത് വെച്ചിട്ട് യു ക്യാൻ ഗോ ഔട്ട്. അതായത് അതിന്റെ നാച്ചുറൽ പല്ല് എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ടെമ്പററി ആയിട്ടുള്ള ഗ്രിൽസ് ആയാലും സ്റ്റോൺസ് ആയാലും നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. പക്ഷെ പെർമനന്റ് ആയിട്ട് എന്ത് നമുക്ക് ചെയ്യേണ്ടി വന്നാലും, ഈ ടൂത്ത് പിയേഴ്സിങ്, അതുപോലെ നമുക്കൊരു മാർജിൻ പ്രിപ്പറേഷൻ വേണ്ടി വന്നാൽ അത് ആ പല്ലിന്റെ അനാട്ടമിയിൽ നിന്ന് ആ പല്ലിനെ ചെറുതാക്കുകയാണ്. അതിനുശേഷം മാത്രമേ നമുക്കിത് വെക്കാനായിട്ട്. ഓൾവേസ് ഗിവ്സ് എ ചാൻസ് ഫോർ ടൂത്ത് സെൻസിറ്റിവിറ്റി ഇവൻച്വലി. നമുക്ക് അതിനൊരു റിസ്ക് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല. ടൂത്ത് സെൻസിറ്റിവിറ്റി ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ ജുവൽസ് ലൈക്ക് നമുക്കത് ഇവൻച്വലി അത് റിമൂവ് ചെയ്യേണ്ടി വരും. വിൽ ഹാവ് ടു ചൂസ് അനദർ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി. സോ പിന്നെ ഇതിന്റെ ഫൈനൽ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് സ്വാളോ ചെയ്യാനുള്ള ഇത് കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇറ്റ് ജസ്റ്റ് എൻഹാൻസിങ് യുവർ ഐഡന്റിറ്റി, യുവർ സ്മൈൽ. ഇറ്റ്സ് ലൈക്ക് എ ഡൈനാമിക്സ് കൈൻഡ് ഓഫ് തിങ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇറ്റ് ഇസ് നോട്ട് എ നെസസിറ്റി. Like it is not even a cosmetic treatment. You could say it's not a treatment at all. Choice ആണത്. Choice ആണ്. Like you wearing a jewelry. That's it. നമ്മൾ ഇയർ റിപ്പയർസ് സ്റ്റഡി ചെയ്യുന്ന ഒരു ചോയ്സ് ആണത്. ചോയ്സ് ആണ്, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ കോംപ്ലിക്കേഷൻസും a lot of people choose it for their good feeling, good thing. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ലൈസൻസ് ഡെന്റൽ പ്രൊഫഷണലിന്റെ അടുത്ത് പോയിട്ട് മാത്രം ആ ഒരു പ്രൊസീജിയർ ചെയ്യുക എന്നുള്ളതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതുപോലെ മേക്ക് ഷുവർ അതൊരു വെൽ ബോണ്ടഡ് ആയിട്ടുള്ളതാണെങ്കിൽ ആ സ്വാളോയിങ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ക്യാവിറ്റീസ് വരാനുള്ള സാധ്യത. അപ്പം അതുപോലെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം. മേക്ക് ഷുവർ ദറ്റ് ഏരിയ ഇസ് പ്രോപ്പർലി ക്ലീൻഡ്. അതെല്ലാം നമുക്ക് അതിനെ ലോങ് ടേം ആയിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ബൈറ്റ് പോയിന്റ്സിൽ വരാതെ. Because you will never know even you ingested it. Because ഫുഡിനോട് ആകുമ്പോൾ നമ്മൾ ചിലപ്പം ചെറിയ സ്റ്റോൺ ഒക്കെ അല്ലേ, അപ്പൊ നമുക്കത് അറിയാൻ പോലും പറ്റില്ല. Later, it shouldn't be hazardous to anybody. So I don't. അപ്പം കിഡ്സിന് I think under 14 or 15 I don't think it is recommended at all. പ്രൈസിങ്ങിനെ കുറിച്ച് അതിന്റെ 2 കോസ്റ്റ് ആണ് അതിന് മെയിൻ ആയിട്ട് വരുന്നത്. ഒന്ന് ആ ജ്വല്ലറിയുടെ കോസ്റ്റ് ഉണ്ട്. ജ്വല്ലറിയുടെ കോസ്റ്റ് വിൽ വാരി. ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ക്യാൻ വാരി ഫ്രം നമ്മുടെ അമേരിക്കൻ ഡയമണ്ട്സ് പോലത്തെ സ്റ്റോൺസ് തൊട്ട് വെരി എക്സ്പെൻസീവ് ഡയമണ്ട്സ്, ഈവൻ യുവർ ബേർഡ് സ്റ്റോൺസ്. പിന്നെ ഞാൻ പറയില്ലേ ജെയ്ഡ് സ്റ്റോൺസ് ഒക്കെ ഇപ്പൊ ഉപയോഗിക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് ദെൻ എ ലോട്ട് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോൺസ് ആർ ദെയർ ഇൻ ദ മാർക്കറ്റ്. So and even I told you, right, like the metal shapes like heart, star, angane kore customized. And even the Arabs. Even Arabs, Arabs they prefer this. They like showing their luxury. So a lot of people do this grills. Pala goldilum
പ്ലാറ്റിനത്തിലും ഒക്കെ ഗ്രിൽസ് ചെയ്യാറുണ്ട്. സോ മേ ബി ദേ ഗെറ്റ് കസ്റ്റമൈസ്ഡ് ഫ്രം ദി from the lab, or even people ask them to get it from the jewelry. Like even so angane to just showcase your luxury, you can actually use it. ആൻഡ് ഈ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി കമ്മിങ് ഡേയ്സിലുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3D പ്രിന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിൽഡ് ആയിട്ടുള്ള നോട്ട് ലൈക്ക് നോർമൽ ക്രൗൺസ്. പീപ്പിൾ വിൽ വാണ്ട് മോർ ഫാഷനബിൾ തിങ്സ് ഓർ Variety crowns again. ടൂത്ത് ടാറ്റു ഒക്കെ ഇപ്പൊ ഇതാണ്. Tooth tattoo was there before. Yes. But because in the manuscript ഒക്കെ പോലെ ഇവര് ടാറ്റു ചെയ്തായിരുന്നു ഒരു tooth ഒക്കെ. ട്രൈബിന്റെ സ്റ്റാമ്പ് അതുപോലെ അത് വീണ്ടും എല്ലാം പക്ഷെ ഇപ്പം it is coming to again coming to boom trend. വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ tooth tattoo, because the tattooing is a trend right now. So even tooth tattooing is there right now. ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ് ആക്ച്വലി ഡെന്റൽ ജ്വല്ലറി എന്ന് പറയുന്നത്. കാരണം ബ്ലിങ് ടൂത്ത് ബ്ലിങ്. Tooth bling, yeah. You add a bling to your smile. Yeah. സോ ആക്ച്വലി എനിബഡി നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. എനിബഡി ക്യാൻ ഗോ ഫോർ ദിസ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ എന്താ പറയുന്നത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ വ്യൂസ്. നമുക്കൊരു അങ്ങനെ ഒരു കാര്യം വേണം, ഐഡന്റിറ്റി വേണം, or we need something stand alone ആകുമ്പോൾ it is a good choice actually, especially ഇതുപോലത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർട്ടിക്കുലർ ഫീച്ചറാണ്. പക്ഷേ മേക്ക് ഷുവർ യു ഗെറ്റ് ഇറ്റ് ഡൺ ഫ്രം എ ലൈസൻസ് ഡെന്റൽ പ്രൊഫഷണൽ. ബിക്കോസ് നമ്മുടെ നാച്ചുറൽ ടീത്ത് പോലെ നമ്മുടെ നാച്ചുറൽ ടീത്തേ ഉള്ളൂ. We shouldn't do any treatment or we shouldn't do any procedure which can affect നമ്മുടെ നാച്ചുറൽ ടീത്ത്. നമ്മുടെ നാച്ചുറൽ ടീത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത് എല്ലാത്തിൻ്റെയും ഭാഗമായിരിക്കണം. അതെ, definitely. It shouldn't go to a complication doing a jewelry. That as simple as that. Be responsible when you do it. So thank you for watching the video. See you in the next one.